ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുള്ള സാർ ആണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വാട്ട് ഈസ് ജുഡീഷ്യറി, നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിലെ ഒരു ചാപ്റ്റർ ആണ് അല്ലെ. എന്താണ് ജുഡീഷ്യറി എന്നുള്ളത്? ജുഡീഷ്യറി എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ജുഡീഷ്യറി എന്നുള്ളതാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മക്കളും ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. ജുഡീഷ്യറി സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു 5 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനിയും ആരെങ്കിലൊക്കെ നമ്മുടെ ബാച്ച് യോധ ബാച്ചിനെ കുറിച്ച് മക്കൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക കേട്ടോ മക്കളെ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് എന്താണ് ജുഡീഷ്യറി എന്നുള്ള ഭാഗം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ജുഡീഷ്യറി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത് എന്തായിരിക്കും? ഒരു കോടതിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. കോർട്ട് സിസ്റ്റം ഒക്കെ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റിന് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് ഫസ്റ്റിന് വരുന്നത്. അപ്പൊ എന്താണ് ജുഡീഷ്യറി എന്നുള്ള ഭാഗത്ത് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് എന്താണ്? ഈ കോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ഒക്കെ നമുക്ക് നോക്കാനുണ്ട്. അതിനു മുമ്പ് തന്നെ എന്തൊക്കെയാണ് ജുഡീഷ്യറിയുടെ റോൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് നോക്കാനുണ്ട്. നമ്മൾ ചേർത്ത് എന്ത് ചെയ്യാം, മക്കൾ കാണുന്ന രീതിയിലേക്ക് ഞാൻ ഇതിന്റെ ഒന്ന് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ജുഡീഷ്യൽ സിസ്റ്റം എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ജുഡീഷ്യൽ സിസ്റ്റം ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ദ മെക്കാനിസം ഓഫ് കോർട്ട് ദാറ്റ് സിറ്റിസൺ ക്യാൻ അപ്രോച്ച് വെൻ എ ലോ ഈസ് വയലേറ്റഡ്. ഒരു ലോ വയലേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അവിടുത്തെ സിറ്റിസൺസ് മീൻസ് നമ്മളൊക്കെ എന്താണ്, പൗരന്മാർ അല്ലെ, നമുക്ക് എവിടെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, എവിടെ നമുക്ക് പോകാൻ പറ്റും? ഈ ഒരു കോടതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തെയാണ് ജുഡീഷ്യൽ സിസ്റ്റം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും. ഇൻ കേസ് ഒരു എന്താ പറയുക, ലോ വയലേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായെന്ന് വിചാരിച്ചു. ലോ വയലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നിങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് അല്ലെ, നിങ്ങൾക്ക് മൗലിക അവകാശങ്ങളുണ്ട്. ഓക്കെ, റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇങ്ങനെ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്, 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത് അല്ലെ. ഇതിൽ ഏതെങ്കിലും ഒരു റൈറ്റ് നമുക്ക് വയലേറ്റ് ചെയ്യപ്പെട്ടു വിചാരിക്കാം. ഓക്കെ, റൈറ്റ് ടു ഇക്വാലിറ്റി തന്നെ നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ എല്ലാവരും ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇക്വാലിറ്റി ഒക്കെ എൻഷുർ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു ഇക്വാലിറ്റി വയലേറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായി, നിങ്ങൾ എന്താ പറയുക, ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് എവിടെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ലോ വയലേറ്റ് ചെയ്യപ്പെട്ടാൽ, ഒരു റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് എവിടെ പോവാം? കോടതി സംവിധാനങ്ങളിലേക്ക് പോകാം. അപ്പൊ ജുഡീഷ്യറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നീതിന്യായ വ്യവസ്ഥ. നമ്മൾ ഓരോ സിറ്റിസൺസിനും കിട്ടേണ്ട എന്താ പറയാ റൈറ്റ്സ് ആണെങ്കിലും ഓരോ സിറ്റിസൺസിനും കിട്ടേണ്ട അവകാശങ്ങൾ സംരക്ഷിക്കുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ആരുടെ വലിയ റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മൾ ഈ പറയുന്നത് ജുഡീഷ്യറിയുടെ പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റി ആണ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന് പറയുന്നതും ആരുടെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ്. എല്ലാ സിറ്റിസൺസിനും ഉണ്ട് ഭരണഘടനയെ ഫോളോ ചെയ്യണം, അനുസരിക്കണം, എല്ലാ കാര്യങ്ങളും. അതേസമയം തന്നെ എസ്പെഷ്യലി ആരുടെ വലിയ റെസ്പോൺസിബിലിറ്റി ആണ്? ജുഡീഷ്യറിയുടെ വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റിസ് എൻഷോർ ചെയ്യാനുള്ള ഒരു അതോറിറ്റിയാണെന്ത് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി as an organ of government, the independent judiciary plays a crucial role in the functioning of India's democracy. ഇനി ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഡെമോക്രസി എക്സിസ്റ്റ് ചെയ്യുന്നതിന്, അത് കണ്ടിന്യൂ ചെയ്യുന്നതിന് ആർക്ക് വലിയ റോൾ ഉണ്ട്? ജുഡീഷ്യറി സിസ്റ്റത്തിന് വലിയൊരു റോൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബയാസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ എല്ലാ കാര്യങ്ങളെയും ഒരുപോലെ വീക്ഷിക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജുഡീഷ്യറി വേണം. ഒരു സ്വതന്ത്രമായിട്ടുള്ള എന്ത് വേണം? നീതിന്യായ വ്യവസ്ഥ വേണം. അത് എവിടെ ഉണ്ട്? നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ, ഇനി വാട്ട്സ് ദ റോൾ ഓഫ് ജുഡീഷ്യറി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് ജുഡീഷ്യറിയുടെ റോൾ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കോർട്സ് ടേക്ക് ഡിസിഷൻസ് ഓൺ, ഇപ്പൊ നമ്മൾ കാണാൻ പറ്റുന്നത് ഇപ്പോ എന്താണ്, ടീച്ചേഴ്സ് സ്റ്റുഡൻസിന് എടുക്കുന്ന കേസ് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, 2 സ്റ്റേറ്റുകൾ തമ്മിൽ എന്തുണ്ടാവുന്നു, വാട്ടർ അല്ലെങ്കിൽ റിവർ വാട്ടർ സംബന്ധിച്ചിടത്തോണ്ടാവുന്ന ഇഷ്യൂ ഉണ്ടാവുന്നു. ഇപ്പൊ കേരളം, തമിഴ്നാട്, മുല്ലപ്പെരിയാർ ഇഷ്യൂസ്, അങ്ങനെ കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു ക്രൈം ഒരു പേഴ്സൺ ചെയ്യുന്നു, ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെയാണ് ആരുടെ റോൾ നമുക്ക് കാണാൻ പറ്റുന്നത്? ജുഡീഷ്യറിയുടെ റോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇൻ ബ്രോഡർ റോൾ ഓഫ് ജുഡീഷ്യറി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ദ ഫോളോയിങ് എന്ന് പറയുന്നുണ്ട്. ജുഡീഷ്യറിയുടെ റോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ബിറ്റ്വീൻ സിറ്റിസൺസ്, 2 വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, വാക്ക് തർക്കങ്ങളാവട്ടെ അല്ലെങ്കിൽ മർദ്ദനങ്ങളാവട്ടെ, അപ്പൊ ബിറ്റ്വീൻ സിറ്റിസൺ ആൻഡ് ദ ഗവൺമെന്റ്, സിറ്റിസണും അതുപോലെ തന്നെ ഗവൺമെന്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ്, പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്താ പറയുക തർക്കങ്ങൾ, അതുപോലെ തന്നെ ടു സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഓർ
സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് മീൻസ് അവർ തമ്മിലുള്ള തർക്കങ്ങൾ, അതുപോലെ തന്നെ രണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ്, അല്ലെങ്കിൽ സിറ്റിസൺസും ഗവൺമെന്റും തമ്മിലുള്ളത്, അല്ലെങ്കിൽ രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള, ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്നത് ഇപ്പൊ ഞാനും വേറൊരാൾ തമ്മിൽ അതിർത്തി തർക്കമുണ്ടായി എന്ന് വിചാരിക്കാം, ബൗണ്ടറി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോഴും ആർക്ക് തന്നെയാണ് അവിടെ ഡിസിഷൻ മേക്കിംഗ് റോൾ ഉള്ളത്? ജുഡീഷ്യറി എന്ന് പറയുന്ന അതോറിറ്റിക്ക് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന ഗവൺമെന്റുകൾ തമ്മിലുള്ള പ്രോബ്ലംസ്, സിറ്റിസൺസും തമ്മിലുള്ള പ്രോബ്ലംസ്, ഇതിനൊക്കെ ഒരു അമ്പയറെ പോലെ ഇതിനൊക്കെ ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു വലിയ പവർ ആർക്കുണ്ട്? ജുഡീഷ്യറിക്ക് ഉണ്ട്. ഇനി നമ്മുടെ ഇന്ത്യയുടെ ജുഡീഷ്യറി സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് എല്ലാ രീതിയിലും ആളുകൾക്ക് എന്ത് കിട്ടണം? എല്ലാ രീതിയിലും ആളുകൾക്ക് ജസ്റ്റിസ് എൻഷുർ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറി സിസ്റ്റമാണ് എവിടെ ഉള്ളത്? നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഓക്കെ, നമ്മുടെ ജുഡീഷ്യറി നമുക്ക് 3 ഓർഗൻസ് ആണ് ഗവൺമെന്റിനുള്ളത് അല്ലെ? എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി. അപ്പോൾ ചെക്ക് ആൻഡ് ബാലൻസ് ആണ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു പവർ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയാറ്. അപ്പോൾ ഈ 3 ഓർഗനൈസേഷനും നമ്മൾ ഈ പറയുന്ന ജുഡീഷ്യറി ഈസ് ആൻ ഇൻഡിപെൻഡന്റ് അതോറിറ്റി ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പോൾ ജുഡീഷ്യറിയെ ആര് എന്ത് ചെയ്യുന്നില്ല? ഇടപെടുന്നില്ല, അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ കാര്യത്തിൽ ആര് ഇടപെടുന്നില്ല? ഈ പറഞ്ഞ എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ ലെജിസ്ലേച്ചറോ ഇടപെടുന്നില്ല. ബിക്കോസ് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇൻഡിപെൻഡന്റ് അല്ലെങ്കിലോ അവിടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ലീഡേഴ്സിന്റെ ഭാഗത്തുനിന്നോ റൂളേഴ്സിന്റെ ഭാഗത്തുനിന്നോ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം. അപ്പോൾ പാർഷ്യൽ ആവേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് ഇല്ലാതാക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആയിട്ടാണ് ജുഡീഷ്യറിയെ നിലനിർത്തിയിട്ടുള്ളത്. ഒരു എക്സാമ്പിളും കൂടി പറയാം. ഇപ്പൊ ഞാനാണ് എന്ത് ചെയ്യുന്നത്? എന്തിലൊക്കെ ലൂട്ട് ചെയ്യുന്നത്, ഞാനാണ് അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്? എൻക്വയറി ചെയ്യുന്നത്, ഞാനാണ് അതിന് വേർഡിക്റ്റും വിധിയും പ്രഖ്യാപിക്കുന്നെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഞാൻ എപ്പോഴും എന്നെ സേവ് ആക്കാൻ നോക്കും അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ജുഡീഷ്യറിയെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നിലനിർത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആവുമ്പോൾ എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഒരാളിലേക്ക് എന്ത് ചെയ്യാല്ല ബയാസ്ഡ് ആവാത്ത രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ എന്തിലൂടെ പറ്റും? നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് സാധിക്കും, നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ ഈ ഒരു സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ്. നമ്മുടെ സ്ട്രക്ചർ ഓഫ് കോർട്ട് ഇൻ ഇന്ത്യ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപെക്സ് കോർട്ട് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും പരമോന്നത കോടതി എന്നറിയപ്പെടുന്നത്, ഏറ്റവും ഉയർന്ന കോടതി എന്നറിയപ്പെടുന്നത് ഇന്റർനാഷണൽ നമുക്ക് കാണാൻ പറ്റുന്നത് സുപ്രീം കോർട്ടാണ്. ഏതാണ്? സുപ്രീം കോടതി ആണ് അപെക്സ് കോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കോടതി, ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? സുപ്രീം കോർട്ടാണ്. ഇനി ഹൈക്കോർട്ട്, ഈ സ്റ്റേറ്റ് ഹാവ് ഹൈക്കോർട്ട്. എല്ലാ സ്റ്റേറ്റിനും എന്തുണ്ടാവും? ഹൈക്കോർട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഹൈക്കോർട്ട് എന്ന് പറയുന്നത് എന്താണ് പറയാ? ചില നമുക്ക് കാണാൻ പറ്റും ഒന്നിലധികം സ്റ്റേറ്റുകളും ഒരു ഹൈക്കോർട്ട് തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാലും സ്റ്റേറ്റിന്റെ ഏറ്റവും ഉയർന്ന കോടതി സംവിധാനമാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈക്കോർട്ട് എന്ന് പറയുന്നത്. ദെൻ ലോവർ കോർട്ടിന്റെ അതിൽ ഡിസ്ട്രിക്ട് കോർട്ടും അതുപോലെ തന്നെ സബ് കോർട്സ് ഒക്കെയാണ് എവിടെ വരുന്നത്? ലോവർ കോർട്സിൽ വരുന്നത്. ഇതാണ് നമ്മുടെ കോർട്ടിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കോടതി സംവിധാനങ്ങളുടെ എന്താ പറയാ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഘടന എന്ന് പറയുന്നത് സുപ്രീം കോടതി ആണ് അപെക്സ് കോർട്ട്. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ കാണാൻ പറ്റുന്നത് ഹൈക്കോർട്ടാണ്. ദെൻ സബ് കോർട്സ് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ലോവർ കോർട്സ് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഡിസ്ട്രിക്ട് കോർട്സും ലോവർ കോർട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ലോവർ കോർട്സിൽ വിടുന്നതാണ്. അപ്പൊ ഇതാണ് ഇന്ത്യയുടെ ഈ ഒരു ജുഡീഷ്യറി സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് എല്ലാ ആളുകൾക്കും, അല്ലെങ്കിൽ ഫെയർ ആയിട്ട് എല്ലാ ആളുകൾക്കും എന്ത് ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുണ്ട്? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറി സിസ്റ്റം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് തർക്കങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറയില്ല കോടതിയിൽ കാണാമെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? അപ്പൊ കോടതിയിൽ കാണാമെന്ന് പറയുന്നത് കോടതിയാണ്. ജുഡീഷ്യറി ഡെസ് എന്ന് നമ്മൾ പറഞ്ഞ മെക്കാനിസം എന്ന് പറയുന്നത് കോർട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കോടതിയിൽ കാണുമെന്ന് പറയുന്നത്. അപ്പൊ എന്തിനും ഒരു അവസാന വിധി എന്ന് പറയുന്നത് കോടതിയാണ്, അല്ലെങ്കിൽ കോർട്ടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവസാനമായിട്ട് എവിടെയാണ്? ജുഡീഷ്യറിയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതുപോലെ ഓരോ ചാപ്റ്റേഴ്സും സിമ്പിൾ ആയിട്ട് ഓരോ ഭാഗങ്ങളും എടുത്തു തരാൻ വേണ്ടി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പൊ അടിപൊളിയായിട്ട് മക്കൾ എന്ത് ചെയ്യുക? പഠിച്ച് മുമ്പോട്ട് പോവുക. താങ്ക് യു ഓൾ. ബൈ.